രാത്രി കൃത്യം 12 മണി. നഗരം മുഴുവനും കനത്ത ഇരുട്ടിലാണ്. വിജനമായ ഈ ഹെറിറ്റേജ് മാൻഷന് മുകളിൽ ഭയാനകമായ മേഘങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. മാൻഷനുള്ളിൽ വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആന്റിക് സോഡിൽ ഈ ഡ്രാക്കുളയുടെ കൈ പതിക്കുന്നു. അവൻ ആ ഗ്ലാസ് ബോക്സ് തകർക്കാതെ ഒറ്റയടിക്ക് തുറന്ന് ആ വാള് പുറത്തേക്കെടുക്കുന്നു. രക്ഷിക്കൂ! മുറിക്കുള്ളിൽ യഥാർത്ഥ ഡ്രാക്കുള നിൽപ്പുണ്ട്. അവന്റെ വലിയ കൂർത്ത പല്ലുകൾ തിളങ്ങുന്നുണ്ട്. അവൻ വാള് മോഷ്ടിക്കുകയാണ്. സർ, മാഡം, അത് ഡ്രാക്കുളയായിരുന്നു. ഞാൻ അത് ബാറ്റായി മാറുന്നത് കണ്ടു. പിന്നെ അത് ജനലിലൂടെ പറന്നു പോവുകയും ചെയ്തു. അയ്യോ സർ, ഗാർഡ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. എന്താ സത്യത്തിൽ ഈ മാൻഷനിൽ ചോര കുടിക്കുന്ന ഡ്രാക്കുള താമസിക്കുന്നുണ്ടോ? അത് വവ്വാലായി പറന്നുപോയെന്നോ? എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാകുന്നു സർ. പേടിക്കേണ്ട ആലിയ, ഭൂതവും വാമ്പയറും ഒക്കെ കഥകളിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വായുവിൽ പറന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ ലോജിക്ക് കണ്ടെത്തുകയാണ് നമ്മുടെ ജോലി. ലോജിക്കൽ ആർമി, ഈ ഭയാനകമായ മോഷണത്തിന്റെ രഹസ്യം അറിയണമെങ്കിൽ മിഷനിൽ ജോയിൻ ചെയ്യുക. വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യും. നമുക്ക് ആദ്യം ഉള്ളിൽ പോയി കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കാം. സർ, സൂക്ഷിച്ച്. ആർക്കറിയാം, ഡ്രാക്കുള ഇപ്പോഴും ഇൻവിസിബിൾ ആയി ഇവിടെയൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടാകും. അത് പെട്ടെന്ന് നമ്മെ അറ്റാക്ക് ചെയ്തേക്കാം. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആലിയ, ആദ്യം ഈ ഗ്ലാസ് ബോക്സ് നോക്ക്. ഇതിൽ ഒരൊറ്റ പൊട്ടലോ തകരാറോ ഇല്ല. ഇതിനർത്ഥം കള്ളന്റെ കൈവശം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിരുന്നു. നീ ഈ വലിയ കണ്ണാടിയിലേക്ക് നോക്ക്. അതെ മെഹുൽ സർ, രാത്രി ഞാൻ ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഡ്രാക്കുള ആ കാണുന്ന കണ്ണാടിയുടെ തൊട്ടു മുന്നിൽ നിന്ന വാൾ പുറത്തേക്കെടുത്തത്. ഞാൻ അവനെ വ്യക്തമായി ആ കണ്ണാടിയിൽ കാണുകയും ചെയ്തു. ലോജിക്കൽ ആർമി, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിചിത്രമായി തോന്നിയോ? നല്ലതുപോലെ ചിന്തിക്കൂ. അതെ മെഹുൽ സർ, എനിക്ക് ഓർമ്മ വന്നു. എല്ലാ പഴയ കഥകളിലും എഴുതിയിട്ടുണ്ട്, യഥാർത്ഥ ഡ്രാക്കുളയുടെയോ വാമ്പയറിന്റെയോ നിഴൽ ഒരിക്കലും കണ്ണാടിയിൽ കാണില്ല എന്ന്. അവർക്കൊരു റിഫ്ലക്ഷനും ഉണ്ടാകില്ലെന്ന്. ബ്രില്യന്റ് ആലിയ. ഗാർഡ് അവനെ കണ്ണാടിയുടെ അടുത്ത് കാണുകയും അവന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നിഴൽ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എങ്കിൽ അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നത് അത് ഭൂതമോ വാമ്പയറോ ആയിരുന്നില്ല. എല്ലാവരെയും പേടിപ്പിക്കുവാൻ വേണ്ടി ഡ്രാക്കുളയുടെ കോസ്റ്റ്യൂം ധരിച്ചെത്തിയ ഏതെങ്കിലും മനുഷ്യനായിരിക്കും അവൻ. ശരി, നമുക്കിനി സസ്പെക്ട്സിനെ കാണാം. സർ, ചിലപ്പോൾ ഇത് വ്യത്യസ്തമായ ടൈപ്പ് ഡ്രാക്കുള വല്ലതും ആയിരിക്കുമോ? മാൻഷനിൽ നിന്ന് കോടിക്കണക്കിന് വിലയുള്ള ആന്റിക് സോഡ് മോഷ്ടിക്കപ്പെട്ടു. മോഷണം നടത്തിയവന്റെ പക്കൽ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടായിരുന്നു. വരൂ, നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? സർ, ഞാനൊരു ആക്ടറാണ്. രാത്രി 11 മണിക്ക് ഷോ കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ മുറിയിൽ ഉറങ്ങാൻ പോയി. സർ, ഞാൻ വെറുമൊരു ഗസ്റ്റാണ്. എനിക്ക് ഈ ഭൂതപ്രേതങ്ങളെയൊക്കെ വലിയ പേടിയാണ് താനും. അതുകൊണ്ട് വൈകുന്നേരം 7 മണിക്ക് ശേഷം ഞാൻ മുറിക്ക് പുറത്തിറങ്ങാറേയില്ല. മെഹുൽ സർ, ഞാൻ കെയർ ടേക്കറാണ്. രാത്രി 12 മണിക്ക് ഞാൻ താഴെ റിസപ്ഷനിൽ കൗണ്ടറിലിരുന്ന് എൻട്രി ബുക്കുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു. ലോജിക്കൽ ആർമി, 3 പേരുടെയും സംസാരം കേട്ടതിൽ നിന്നും ആരായിരിക്കാം കള്ളം പറയുന്നതെന്ന് ബഹുലിന് മനസ്സിലായിരിക്കുന്നു. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഹാരി, നീ രാത്രി മുഴുവനും റിസപ്ഷനുള്ളിൽ തന്നെ ആയിരുന്നുവെങ്കിൽ നിന്റെ ഷൂസിൽ പുറത്തെ ഗാർഡനിലെ നനഞ്ഞ മണ്ണ് എങ്ങനെ വന്നു? സത്യം പറയുക. എന്നോട് ക്ഷമിക്കൂ സർ, അപരിചിതനായ ഒരാൾ എനിക്ക് പണം തന്നിരുന്നു. ഞാൻ രാത്രി അയാൾക്ക് VIP റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ പുറത്ത് ഗാർഡനിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷെ എന്നെ വിശ്വസിക്കൂ, അയാൾ ഡ്രാക്കുളയുടെ കോസ്റ്റ്യൂമാ ധരിച്ചിരുന്നത്. ഹലോ SP സാം, എന്ത് മറ്റൊരു മോഷണം കൂടി? ഇപ്പോഴോ? ആലിയ, ഗെയിം വലുതാണ്. ഇപ്പോൾ നാഷണൽ മ്യൂസിയത്തിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു വജ്രം മോഷണം പോയിരിക്കുന്നു. അവിടെയും എല്ലാവരും ആ ഡ്രാക്കുളയെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. എന്ത്, ഒരേ രാത്രിയിൽ? അതും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഡ്രാക്കുളയോ? സർ, ഇപ്പോൾ തന്നെ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകണം. സർ, ഞാൻ അകത്തു തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ഡ്രാക്കുള എന്റെ മുന്നിലേക്ക് വന്നത്. അയാൾ വജ്രം മോഷ്ടിക്കുകയും ഒറ്റയടിക്ക് വവ്വാലായി മാറി പറന്നു പോവുകയും ചെയ്തു. സർ, ആദ്യം മാൻഷനിലും ഇപ്പോൾ ഇവിടെ മ്യൂസിയത്തിലും ഡ്രാക്കുള വവ്വാലായി മാറി. ആലിയ, ഇത് മാജിക് അല്ല, അവൻ സ്വയം മാറിയതുമല്ല. കള്ളൻ ധൃതിയിൽ തന്റെ ഏറ്റവും വലിയ തെളിവ് ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുമുണ്ട്. ലോജിക്കൽ ആർമി, ആ തെളിവ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കൂ, ആ ജനലിനടുത്ത് ഒരു കൂട് വച്ചിട്ടുണ്ട്.
ആലിയ, ഈ കോഡിന്റെ അർത്ഥം വ്യക്തമാണ്. അവിടെ മാന്ത്രിക വവ്വാലൊന്നും ഉണ്ടായിരുന്നില്ല. കള്ളൻ ധൃതിയിൽ കൂട് ഇവിടെ മറന്നുപോയതാണ്. അവനൊരു നോർമൽ മനുഷ്യനാണ്. അവൻ വിപണിയിൽ നിന്നും വവ്വാലിനെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നതായിരിക്കാം. എന്നിട്ട് അവസരം നോക്കി അതിനെ പറത്തിവിട്ടു. താൻ തന്നെ വവ്വാലായി മാറിയതെന്ന് എല്ലാവരെയും തോന്നിക്കുവാൻ വേണ്ടി. അല്ല മെഹുൽ സർ, ഒരുപക്ഷെ ആ ഡ്രാക്കുള വളർത്തുന്ന ഏതെങ്കിലും വവ്വാലായിരിക്കും. അവൻ പറയുമ്പോൾ മാത്രം പറക്കുന്നതും ജോലി കഴിഞ്ഞാൽ കൂട്ടിൽ വന്നിരിക്കുന്നതുമായ ഒന്ന്. മെഹുൽ, ഇത്തവണത്തെ മോഷണം അടച്ചിട്ട മുറിയിലല്ല, മറിച്ച് പകൽ വെളിച്ചത്തിൽ നഗരത്തിലെ ഏറ്റവും വലിയ ബാങ്കിലാണ് നടന്നിരിക്കുന്നത്. കൂടാതെ ഏറ്റവും വിചിത്രമായ കാര്യം, ഇത്തവണത്തെ മോഷണം ഒരു മനുഷ്യനല്ല, മറിച്ചൊരു വലിയ വവ്വാൽ, അതായത് ബാറ്റാണ് നടത്തിയിരിക്കുന്നത്. അത് ക്യാഷ് കൗണ്ടറിൽ നിന്നും വിലപിടിപ്പുള്ള വജ്രങ്ങൾ അടങ്ങിയ ബാഗും എടുത്ത് പറന്നുപോയി. വരൂ ആലിയ. ആലിയ, നിനക്ക് എന്ത് തോന്നുന്നു? ഇവിടെ മോഷണം നടത്തിയത് ആരാണ്? ഡ്രാക്കുളയോ അതോ മനുഷ്യനോ? സർ, ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ലോജിക്കൽ ആർമി ആരായിരിക്കാമെന്നും എന്തുകൊണ്ടായിരിക്കാമെന്നും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ആലിയ, പകൽ സമയങ്ങളിൽ ഡ്രാക്കുളയ്ക്ക് പുറത്തിറങ്ങുവാൻ കഴിയില്ല. സൂര്യപ്രകാശത്തിൽ അവൻ കത്തിപ്പോകും. അതുകൊണ്ട് ഇത് 100% ഒരു മനുഷ്യൻ തന്നെയാണ്. സർ, ഒരുപക്ഷെ അവൻ ഇരുട്ടത്ത് വന്ന് ഇരുട്ടിൽ തന്നെ ഓടിപ്പോയതായിരിക്കാം. ആലിയ, കാർ നോക്കൂ. മെഹുൽ സർ, മറ്റൊരു വലിയ സംഭവം കൂടി നടന്നിരിക്കുന്നു. നമ്മൾ ബാങ്കിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നഗരത്തിലെ മറ്റൊരു കോണിൽ നിന്നും വാർത്ത വരുന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോപ്പിൽ നിന്നും സിൽവർ ജ്വല്ലറി മോഷണം പോയിരിക്കുന്നുവെന്ന്. എന്താ, മറ്റൊരു മോഷണം കൂടിയോ? ഇത്തവണ ആരാണ് മോഷ്ടിച്ചത്? ആ വവ്വാലോ അതോ വീണ്ടും? അതെ ഡ്രാക്കുള മാഡം. നമുക്ക് അവിടുത്തെ ലൈവ് CCTV വീഡിയോയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു നോക്കൂ. ആലിയ, ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു? ഈ മോഷണം നടത്തിയത് ആരാണ്? യഥാർത്ഥ ഡ്രാക്കുളയോ അതോ ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യനോ? സർ, ഇത്തവണ ഞാൻ ശരിക്കും വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ലോജിക്കൽ ആർമി, ഇപ്പോൾ നിങ്ങൾ പറയൂ. ആദ്യ ദിവസം പകൽ വെളിച്ചത്തിൽ വവ്വാൽ മോഷണം നടത്തി. ഇപ്പോൾ ഈ ഡ്രാക്കുള കോടിക്കണക്കിന് രൂപയുടെ പ്യുവർ സിൽവർ ജ്വല്ലറി മോഷ്ടിച്ചു. എല്ലാ വാമ്പയർ റൂൾസും ഓർത്തു നോക്കൂ. എന്നിട്ട് ചിന്തിക്കൂ, കള്ളൻ ആരാണെന്നും എന്തുകൊണ്ടാണെന്നും. നിങ്ങളുടെ പക്കൽ 5 സെക്കൻഡ് സമയമുണ്ട്. ആലിയ, ബുദ്ധി ഉപയോഗിക്ക്. എല്ലാ കഥകളിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യഥാർത്ഥ ഡ്രാക്കുളയ്ക്കോ വാമ്പയറിനോ ഒരിക്കലും സിൽവർ തൊടുവാൻ പോലും കഴിയില്ലെന്ന്. സിൽവർ അവർക്ക് വിഷമാണ്. അതിനർത്ഥം അവൻ 100% ഒരു നോർമൽ മനുഷ്യനായിരുന്നുവെന്നാണ് ഇപ്പോൾ എല്ലാ തെളിവുകളും വിളിച്ചു പറയുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്കൂ. സർ, എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് ആ കള്ളന്റെ കോസ്റ്റ്യൂം അഴിപ്പിച്ച് അവനെ കാണുന്നത് വരെ ഞാനിത് വിശ്വസിക്കത്തേയില്ല. ആലിയ, ദേഷ്യം കളയ. എന്നിട്ട് വളരെ ശ്രദ്ധിച്ചു നോക്ക്. ഈ കള്ളൻ ഒരു സാധാരണ കള്ളനല്ല. അവൻ ഡ്രാക്കുളയെ പരിഹസിക്കുകയാണ്. പക്ഷേ അവൻ വളരെ തന്ത്രപരമായ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അവന്റെ അടുത്ത ലൊക്കേഷൻ ട്രാക്ക് ചെയ്തില്ലെങ്കിൽ അവൻ നഗരത്തിലെ 3ാമത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവും കൊണ്ട് അപ്രത്യക്ഷനാകും. പാറ്റേൺ? സർ, ഒരു മോഷണം മാൻഷനിലും ഒന്ന് മ്യൂസിയത്തിലും മറ്റൊന്ന് ഒരു ജ്വല്ലറി ഷോപ്പിലുമാണ് നടന്നത്. ഇവയെല്ലാം വ്യത്യസ്ത കോണുകളിലല്ലേ ഉള്ളത്? ജിയോഗ്രഫിയിലല്ല ആലിയ, അവയുടെ ചരിത്രത്തിലാണ് ആ പാറ്റേൺ ഉള്ളത്. ഈ 3 സ്ഥലങ്ങളിൽ നിർമ്മിച്ച വർഷങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതെ, 1850 മുതൽ 1900 വരെ, അതായത് 50 വർഷത്തെ ഗ്യാപ്പ്. പിന്നീട് 1900 മുതൽ 1950 വരെ, അതായത് വീണ്ടും 50 വർഷത്തെ ഗ്യാപ്പ്. ഇതിനർത്ഥം അടുത്ത മോഷണം കൃത്യം 50 വർഷത്തിന് ശേഷം, അതായത് 2000 വർഷത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിലായിരിക്കും. പെർഫെക്റ്റ് ആലിയ. നമ്മുടെ നഗരത്തിൽ 2000 വർഷത്തിൽ നിർമ്മിച്ച ഒരേയൊരു വിലപിടിപ്പുള്ള കെട്ടിടം ദി സെൻട്രൽ ലൈബ്രറിയാണ്. അവിടെ രാജകുടുംബത്തിന്റെ ഏറ്റവും പഴയതും വിലയേറിയതുമായ ദി ഗോൾഡൻ ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. കള്ളന്റെ അടുത്ത ലക്ഷ്യം അത് തന്നെയായിരിക്കും. എങ്കിൽ സർ, ഇനി എന്തിനാണ് വൈകിക്കുന്നത്? നമുക്ക് അവിടെ പോയി ഈ ഫേക്ക് ഡ്രാക്കുളയെ കൈയോടെ തന്നെ പിടികൂടാം. സർ, നമ്മൾ എൻട്രൻസിൽ മുഴുവനും ഗാർലിക് തൂക്കിയിട്ടുണ്ട്. കൂടാതെ സോൾട്ടും വെച്ചിട്ടുണ്ട്. അവൻ ഇനി യഥാർത്ഥ ഡ്രാക്കുളയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇല്ലാതാകും. ഇനി അവൻ വ്യാജനാണെങ്കിൽ നമ്മൾ അവനെ വളയുകയും ചെയ്യും. ഐ നോ യു ആർ ഡ്രാക്കുള, മിസ്റ്റർ ഡ്രാക്കുള തീഫ്. നീ വിചാരിച്ചത് നമ്മളെ ഭയപ്പെടുത്താമെന്നാണോ?
മാൻഷനിലെ കണ്ണാടിയിൽ നിന്റെ റിഫ്ലക്ഷൻ കണ്ടു. നീ സിൽവർ ജുവലറി മോഷ്ടിച്ചു. പകൽ സമയത്താണ് മോഷണം നടത്തിയത്. ഇപ്പോൾ ഗാർലിക് ഓർ സാൾട്ട് ഒരു തരത്തിലും നിന്നെ ബാധിക്കുന്നില്ല. കൂടാതെ നിന്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ കൂട് വ്യക്തമാക്കുന്നുണ്ട് നീ ഒരു ഫേക്ക് ഡ്രാക്കുളയാണെന്ന്. ആലിയ, ഞാൻ അവന്റെ പുറകെ ഓടാം. ആഹാ, എത്ര മനോഹരമായ വവ്വാലാണിത്. ലേ 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 ലേ, കിച്ച് കിച്ച്. നിന്റെ യജമാനൻ എത്ര മോശക്കാരനാ. നിന്നെ കൊണ്ട് മോഷണം നടത്തിയിട്ട് നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയോ? നിന്നെ നോക്കാനേ ഞാനുണ്ടല്ലോ, എന്റെ കുഞ്ഞു ബാറ്റി. ഒരുപാട് ഓടിയത് മതി മിസ്റ്റർ ഡ്രാക്കുള. ഇനി ഈ നാടകം നിർത്ത്. വൗ, മെഹുൽ സർ, ഫൈനലി നിങ്ങൾ ആ കള്ളനെ പിടികൂടിയല്ലേ? സർ, ഞാനവന് ബാറ്റി എന്ന് പേരിട്ടു. ഇത് എന്ത് ക്യൂട്ടാണ്. കേസ് ക്ലോസ്ഡ് ആലിയ. ഇനി ഈ വവ്വാലിനെ വായുവിൽ സ്വതന്ത്രനാക്ക്. ഇല്ല മെഹുൽ സർ, ഞാൻ ഇതിനെ എന്റെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതെന്റെ പുതിയ പ്രിയപ്പെട്ട പെറ്റ് കൂട്ടുകാരനാണ്. ആളുകൾ പൂച്ചകളെയും പട്ടികളെയും വളർത്തുന്നു. നീ ആണെങ്കിൽ ഡ്രാക്കുളയുടെ വവ്വാലിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആലിയ,